ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടെറർ എക്സ്പെഡിഷൻ. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഗുണം ചെയ്യുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് കൂടി ചേർന്ന ഒരു ലവ് റിലേറ്റഡ് ടോപ്പിക്കിന് ഇന്ന് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറാനുള്ള എനർജി ഉണ്ടോ? ഇപ്പൊ നിങ്ങളുടെ ലവ് ലൈഫ് സ്റ്റേബിൾ ആണെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിന്റെ ഫ്യൂച്ചർ എന്താണ്? അതായത് നിങ്ങൾ ഇപ്പോ ഒരു ലവ് ലൈഫ് കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നുണ്ടായിരിക്കുമല്ലോ, ഓൺ ആയിരിക്കാം, ഓഫ് ആയിരിക്കാം. അതിന്റെ നെക്സ്റ്റ് വാട്ട്സ് നെക്സ്റ്റ്, ഓക്കെ, ആ ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ ഏത് പോയിന്റിൽ നിൽക്കുന്നുവോ അതിന്റെ അടുത്ത ഘട്ടം എന്താണ്, ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ 2 പൈല് വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പൈലായിട്ട് ഞാൻ എടുക്കുന്നത് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ആണ്. ട്രിപ്പിൾ പ്രൊട്ടക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ റൂട്ട് ചക്ര സ്റ്റേബിൾ ആക്കാനും നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും നമുക്ക് സ്റ്റെബിലിറ്റി തരാനും വേണ്ടിയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇമോഷണലിയും ഫിസിക്കലിയും ഒക്കെ ഒരു സ്റ്റെബിലിറ്റിയും കോൺഫിഡൻസും ഒക്കെ നമുക്ക് തരും. അതുപോലെ തന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ധരിക്കാവുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്, സ്റ്റോൺ കോമ്പിനേഷൻ ആണിത്. അതുപോലെ തന്നെ വെൽത്തിനെയും സ്റ്റെബിലിറ്റിയും ബൂസ്റ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. ഈവൻ നമുക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസുകൾ വരാതെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരു പരിധിവരെ നമുക്ക് ആ ഒരു പേഴ്സന്റെ പേര് നമ്മൾ ചാർജ് ചെയ്തിട്ടാൽ ഇത് സഹായിക്കുന്നതായിരിക്കും. അതാണ് ഫസ്റ്റ് പൈൽ. സെക്കൻഡ് പൈലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന, ഒത്തിരി ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന സോളാർ പ്ലക്സസ് ചക്രയും അതുപോലെ തന്നെ നമ്മുടെ റൂട്ട് ചക്രയും കൂടെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ട്രിഗർ ചെയ്യുന്ന ബ്രേസ്ലെറ്റ് ആണ് ടൈഗർ ഐ എന്ന് പറയുന്നത്. ടൈഗർ ഐക്ക് ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാവുന്നു, ഇതിനകത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് പൈല് നമ്മുടെ ട്രിപ്പിൾ പ്രൊട്ടക്ഷനും സെക്കൻഡ് പൈല് നമ്മുടെ ടൈഗർ ഐയുമാണ്. കൂടുതൽ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ്സ് മേടിക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് റീഡിംഗിന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക. ഏത് ബ്രേസ്ലെറ്റ് ആണോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഏത് സവിശേഷതയാണോ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തത് അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പൈല് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ എല്ലാം മാറ്റിവെച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. ഹേ ഗായ്സ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ടുള്ള ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻ, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്, അങ്ങനെ യൂണിവേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. Angels please guide us. Okay. Angels please guide us. Now please. Patience and float energy. Stability, soul contract, and fear of coming together, deep contemplation, attraction. Okay, true love, abandonment, flower. Okay, make the effort. File number 1. എനിക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കണക്ഷൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന വഴിയിലൊന്നും അല്ല നിങ്ങളുടെ കണക്ഷൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മേ ബി വേറെ ആരെങ്കിലും ആയിരിക്കും നിങ്ങളുടേത് എന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ കറങ്ങി തിരിഞ്ഞ് ഈ പേഴ്സണിലായിരിക്കാം എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ലവ് ലൈഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലോ ആവട്ടെ അതൊന്നും പ്ലാൻഡ് അല്ല. അഥവാ നിങ്ങൾ പ്ലാൻ ചെയ്താൽ അതൊന്നും നടക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുത്തു. അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കട്ടെ, നടക്കുന്നിടത്ത് വെച്ച് കാണാമെന്ന മൈൻഡ് സെറ്റ് ആയിരിക്കും പലപ്പോൾ നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ ലവ് ലൈഫിനെ കുറിച്ച് നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതൊന്നും മേ ബി നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനിലോ നിങ്ങളുടെ ബന്ധത്തിലോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു 100% അങ്ങോട്ടേക്ക് കൊടുത്താലും മേ ബി ആ ഒരു 100% പോയിട്ടൊരു 99 അല്ലെങ്കിൽ മേ ബി ആ കൈൻഡ് ഓഫ് 50 പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്.
അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് തോന്നുന്ന കൈൻഡ് ഓഫ് ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ എന്നത് പിന്നെ പിന്നെ നമുക്ക് അവരോട് തോന്നുന്നില്ല, അല്ലെങ്കിൽ അത് കുറഞ്ഞു വരുന്ന പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. അവർക്ക് നമ്മുടെ അടുത്ത് കുറയുന്ന പോലെ നമുക്കും അവരുടെ അടുത്ത് കുറയുന്ന പോലെ. കാരണം നമ്മൾ ആദ്യമൊക്കെ നമുക്ക് കിട്ടിയിരുന്ന ആ ഒരു ഇൻട്രസ്റ്റ് അത് അവരിൽ ഇപ്പോൾ നമുക്ക് കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അത് മിസ് ചെയ്യുന്നുണ്ട്. കാരണം മുമ്പ് നിങ്ങൾ അട്രാക്ട് ആയത് ചിലപ്പോൾ ഭയങ്കര ബേസിക്കും സിമ്പിളും ആയിട്ടുള്ള കാര്യമായിരിക്കാം. വളരെ ഇപ്പൊ വേറൊരാളോട് ഈ പേഴ്സൺ നിനക്ക് എന്താ ചെയ്തു തന്നത് എന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും ചെയ്തു തന്നിട്ടുണ്ടാവുക. മേ ബി രാവിലെയും രാത്രിയും ഒക്കെ അയക്കുന്ന ഒരു മോട്ടിവേഷണൽ മെസ്സേജ് മാത്രമായിരിക്കാം ഈ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ പേഴ്സന്റെ അടുത്ത് നിന്ന് കിട്ടിയ നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് എഫക്റ്റ്, ആ ഇഫക്റ്റിലാണ് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ ഹി ഓർ ഷീ സ്നേഹിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഓൾഡ് ആൻഡ് വൈബ്രന്റ് എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷെ അതിനകത്ത് നമ്മൾ പറയില്ല ഒരു സ്പാർക്ക്, ആ കൈൻഡ് ഓഫ് എനർജി എവിടെയൊക്കെയോ മിസ്സിംഗ് ആണ്. മേ ബി നിങ്ങളുടെ സാഹചര്യമോ സന്ദർഭമോ ഒക്കെ കൊണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു സ്പാർക്ക് കൈൻഡ് ഓഫ് എനർജി നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളുടെ കണക്ഷനിൽ മിസ്സിംഗ് ആണ്. നിങ്ങളുടെ ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെയാണ് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. നിങ്ങൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളും ചിന്തകളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും, നിങ്ങളുടെ ഫ്യൂച്ചർ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ ഒരു അതിയായ ഇൻട്രസ്റ്റ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കാർഡ്സിൽ മനസ്സിലാക്കുന്നത്. അതായത് ബോട്ടം ഓഫ് ദി ഡെക്കിൽ കണ്ടോ, മേക്ക് ദ എഫേർട്ട്. അതായത് ആരെങ്കിലും ഒന്ന് എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഇന്നതായിരുന്നു എനിക്ക് വേണ്ടത് എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ അപ്വേർഡ് ആയിട്ട് വരുന്ന ഒരു ഇമോഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം നിങ്ങളുടെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഇതിനകത്ത് ഇപ്പോ ആ ഒരു ലവിന് ജീവനില്ല എന്ന് പറഞ്ഞാൽ പോലും മേ ബി നിങ്ങൾക്ക് ഇന്ന് ഡിറ്റാച്ച് ആവാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു ഡീസന്റ് എമൗണ്ട് ഓഫ് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. തിരിച്ചിനി ഇങ്ങോട്ടേക്ക് എഫേർട്ട് കിട്ടേണ്ട സമയമാകുമ്പോൾ അത് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് ഇഫ് സംബഡി ഹേർട്ട് യു, ആരെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നോ അല്ലെ അവരുമായിട്ട് നിങ്ങൾക്ക് ചേർന്ന് പോകാൻ സാധിക്കില്ല എങ്കിൽ മാക്സിമം നിങ്ങൾ ആ ഒരു ആളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കൈൻഡ് ഓഫ് എ ട്രൂ സോൾ. ഓക്കെ, പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി പണ്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നില്ലെങ്കിലും ഇതിനകത്ത് നിന്ന് ഡിറ്റാച്ച് ആവാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഡിറ്റാച്ച് ആവാൻ പറ്റുന്നില്ല. മേ ബി നിങ്ങൾ അട്രാക്ഷൻ സ്പെല്ലുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നിട്ടും അത് വർത്ത് ആകുന്നില്ല എന്ന കൈൻഡ് ഓഫ് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ കാണുന്നത്. കാരണം എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ മനസ്സിൽ എവിടെയൊക്കെയോ നിങ്ങളുടെ വീട് പോലെ ആയിപ്പോയി. അതായത് ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പം പുറത്തു പോയി നമുക്ക് എന്ത് ദുരനുഭവം ഉണ്ടായാലും നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സ്പേസിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറെയൊക്കെ നമ്മുടെ മൂഡ് ചേഞ്ച് ആവും. അല്ലെങ്കിൽ നമുക്ക് കരയാനും നമ്മുടെ ഇമോഷൻസും ദേഷ്യവും കാണിക്കാനൊക്കെ ഉള്ള നമ്മുടെ ഒരു സ്പേസ് ഉണ്ടാവും അല്ലേ നമ്മുടെ വീട്ടിൽ. നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ്ലി ഇരിക്കുന്ന, ചിലപ്പോൾ അതൊരു സോഫ ആയിരിക്കാം, ചിലപ്പോൾ അതൊരു ചെയർ ആയിരിക്കാം, ചിലപ്പോൾ അതൊരു ജനലിന്റെ അരികത്തുള്ള ഒരു സ്പേസ് ആയിരിക്കാം അല്ലെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു സ്പേസ് പോലെയാണ് സത്യത്തിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോ ആ ഒരു സ്പേസിൽ ഇപ്പോ എന്താണ് ഒരു വേറെ എന്തെങ്കിലും ഒക്കെ ഒരു എക്സ്ട്രാ കാര്യങ്ങൾ കൊണ്ടിട്ടാലും നമ്മൾ അവിടെ നിന്ന് മാറില്ല. നമുക്ക് ഇരിക്കാൻ ഇപ്പൊ അവിടെ സ്ഥലം ഇല്ലാതായാലും എങ്ങനെയെങ്കിലും ഒക്കെ അവിടെ ചുറ്റിപ്പറ്റി ഇരിക്കാൻ നമ്മൾ നോക്കും അല്ലെ. അപ്പൊ ഈ കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ പേഴ്സണുമായിട്ട് നിങ്ങളുടെ എനർജി ടൈഡ് അപ്പ് ആണ്. കൈൻഡ് ഓഫ് നമ്മുടെ സെക്യൂർ ഹോം സ്പേസ് എന്ന് തോന്നുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു ഈ പേഴ്സൺ നിങ്ങളുടെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇപ്പൊ ആ പേഴ്സൺ തന്നെ നമ്മുടെ അടുത്ത് ഡിറ്റാച്ച് ആയി പോയാലും നമുക്ക് ആ ഒരു ഹോം സ്പേസ് വേണമെന്നുള്ള തോന്നലും താല്പര്യവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കണക്ഷനിൽ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഇത്ര കൈൻഡ് ഓഫ് രീതിയിൽ ഒരു ഹോം സ്പേസ് അഡിക്ഷൻ നിങ്ങൾക്കായി പോയത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഡിറ്റാച്ച് ആകാൻ ബുദ്ധിമുട്ടാകും. നിങ്ങൾക്ക് ഡിറ്റാച്ച് ആകണമെന്നല്ല ഞാൻ പറയുന്നത്, ഡിറ്റാച്ച് ആകാൻ ബുദ്ധിമുട്ടാകുന്ന അത്രത്തോളം രീതിയിൽ ഒരു സ്പേസ് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ ആ പേഴ്സണെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലോകത്ത് ആരോട് മല്ലടിച്ചാലും ആരോട് ദേഷ്യപ്പെട്ടാലും ആരൊക്കെ ജീവിതത്തിൽ നിന്ന് ഡിറ്റാച്ച് ആയാലും ആരെയൊക്കെ പറിച്ചു കളയാനാണെങ്കിലും നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ പറിച്ചു കളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പോയിന്റിലായിരിക്കും ഇപ്പൊ നിൽക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് മൈൻഡിലായിരിക്കാം. നിങ്ങളുടെ ലവ് ലൈഫിൽ വാട്ട്സ് നെക്സ്റ്റ് എന്ന കൈൻഡ് ഓഫ് ഇമോഷനിലായിരിക്കാം നിങ്ങളിത് കാണുന്നുണ്ടാവുക. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് കണ്ടോ, ഗ്രാറ്റിറ്റ്യൂഡ്, ടൈം ഫോർ ആക്ഷൻ, പ്രപ്പോസിങ്, ഓക്കെ, സപ്പോർട്ട് ആൻഡ് അവേക്കനിങ്.
കണ്ടോ, നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ടെമ്പററി ആണ് എന്നതാണ് കാണുന്നത്. എക്സ്പെഷ്യലി നിങ്ങൾ മൂൺ സ്പെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവ് ഔട്ട്കം തരും എന്നതാണ്. കാരണം നിങ്ങളുടെ കണക്ഷനിൽ മൊത്തം മൂൺ എനർജി ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മൂൺ എനർജി ആണ് ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്ട് ആവുന്നതും ഏറ്റവും കൂടുതൽ കെയർ കിട്ടുന്ന എനർജിയുമായിട്ട് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷനിലാണ് നിൽക്കുന്നത് പൈൽ നമ്പർ 1 എങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുത്തിരിക്കും. ആൻഡ് അത് പോസിറ്റീവ് ആക്ഷൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുന്ന രീതിയിലുള്ള അഫെക്ഷനും അട്രാക്ഷനും നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ഇപ്പൊ പ്രപ്പോസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ മേ ബി ആ റിയൂണിയൻ അല്ലെങ്കിൽ ഒരു പ്രപ്പോസിങ് ഇഫക്റ്റ് പോസിബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു, നിങ്ങൾ സപ്പോർട്ടായിരുന്നു ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ഫ്യൂച്ചറിൽ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി തന്നെ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ തന്നെ പോസിബിൾ ആണ് എന്ന് കാണുന്നുണ്ട്. സം കൈൻഡ് ഓഫ് സ്പിരിച്വൽ യാത്രകളോ സ്പിരിച്വൽ ആയിട്ടുള്ള മൊമെന്റ്സോ അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ബുദ്ധി ഉദിക്കണം എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ മേ ബി കൈൻഡ് ഓഫ് അവേക്കനിങ് എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം ആണെന്ന് തിരിച്ചറിയണമെന്ന് ആഗ്രഹമായിരിക്കാം, മേ ബി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പല ആൾക്കാർക്ക് പല പല ആഗ്രഹങ്ങളാണ് അല്ലെ. അപ്പൊ ആ കൈൻഡ് ഓഫ് വൈബ്രേഷൻ ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിന്റെ നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രോഗ്രസ് കൈൻഡ് ഓഫ് ഇഫക്റ്റ് ഉണ്ടാക്കും എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമോ ചെറിയ ഒരു ഡൗണോ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആവുകയാണ്, നിങ്ങൾ കരയാണ്, കണ്ടോ, നിങ്ങൾ ഡിപ്രഷനിലേക്ക് അങ്ങ് വീണു പോവുകയാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ നമ്മുടെ അടുത്ത് വരുമ്പോ എന്താണ് സംഭവം, നമ്മൾ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുക എന്നതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത്. അല്ലാതെ കരഞ്ഞു, വിളിച്ചു, നിലവിളിച്ചു, ബ്ലോക്ക് ചെയ്തു, സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നു, ഇങ്ങനത്തെ രീതിയിലൊക്കെ പല ആൾക്കാരും വന്നതിനടുത്ത് പറയാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പല കാര്യങ്ങൾക്ക് റെസ്പോൺസിബിൾ നിങ്ങൾ തന്നെയാണ്. അപ്പോ ഒരു സിറ്റുവേഷനെ അത് ഭയങ്കര കരഞ്ഞു കാറി വിളിച്ച് കുറച്ചും കൂടി വേണമെങ്കിൽ അത് നശിപ്പിക്കാം, അല്ലെങ്കിൽ സൗമ്യമായി ഇടപെട്ട് അതിനെ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് വേയിലേക്ക് കൊണ്ടുവരാം. നമ്മൾ സൗമ്യമായി ഇടപെടുമ്പോഴത്തേക്ക് മേ ബി ആ ഒരു റിലേഷൻഷിപ്പിൽ ഫർദർ മോർ വൂൺസ് ഉണ്ടാവത്തില്ല, മുറിവുകൾ ഉണ്ടാവത്തില്ല. പക്ഷേ നിങ്ങൾക്ക് വേദന എടുക്കുന്നു, സങ്കടമാണെന്നും പറഞ്ഞ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ വീണ്ടും അകൽച്ചയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അകൽച്ച തന്നെ വരുള്ളൂ. ഓക്കെ, അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ക്ഷമ പഠിക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ പേഷ്യൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതെല്ലാം അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ കാറി കൂവി വിളിക്കുന്ന, കരയുന്ന, എന്തു പറഞ്ഞാലും ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്ന, ഡിപ്രസ്ഡ് ആവുന്ന, ടെൻഷൻ അടിക്കുന്ന ഈ ഒരു സ്വഭാവം നിങ്ങൾ മാറ്റുക. ഈ ഒരു സ്വഭാവം മാറ്റി ട്രാൻസ്ഫോം ആയാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ കൈൻഡ് ഓഫ് ഒരു മനോഹരമായ ലവ് ലൈഫ് അല്ലെങ്കിൽ ട്രൂ ലവ് കൈൻഡ് ഓഫ് എനർജി നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, നമ്മുടെ എനർജി എന്താണോ, ഇപ്പൊ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയും എന്തുകൊണ്ടാണ് എല്ലാവരും എന്നെ ശ്രദ്ധിച്ചിട്ട് പോകുന്നത്, എനിക്ക് എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു പ്രണയ ജീവിതം ലഭിക്കാത്തത്. നമ്മൾ എന്തിനെയാണോ അട്രാക്ട് ചെയ്യുന്നത് അതേ നമുക്ക് വരികയുള്ളൂ. നമ്മുടെ എനർജി പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആസ്പെക്ട് ഉള്ള നമ്മളെ ചീറ്റ് ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ എനർജി നെഗറ്റീവ് ആണ്, നമ്മുടെ ചിന്തകൾ മോശമാണ് എങ്കിൽ മോശമായിട്ടുള്ള ഫ്ലേർട്ടിങ് എനർജി ഉള്ള ആൾക്കാർ മാത്രമേ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കാർമിക് എനർജിയെ ഫിനിഷ് ചെയ്യാൻ പാകത്തിനുള്ള ആൾക്കാരെ നമ്മുടെ അടുത്തേക്ക് വരൂ. അപ്പൊ ചില ആൾക്കാർ പറയും ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ എന്ന്. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ അതിനാധാരമായിട്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോ പേഴ്സണലി ഒരാൾ എൻ്റെ അടുത്ത് റീഡിങ് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു ടോപ്പിക്കിൽ പറഞ്ഞതാണ്, ഞാൻ ഒത്തിരി ആൾക്കാരെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരൊന്നും എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവരെ വിട്ടുകളഞ്ഞതാണ്. ഇപ്പോ ഞാൻ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ അവർ എന്നെ ചീറ്റ് ചെയ്തു, അവരെന്നെ ഫ്ലേർട്ടിങ് എനർജിയിലാണ് കണ്ടത്, അത് ട്രൂ ലവ് ആയിരുന്നില്ല. അപ്പോ എല്ലാം ഫേക്ക് ആണല്ലേ, അപ്പൊ മറ്റാൾക്കാരെയൊക്കെ ഞാൻ പ്രണയിച്ചിട്ട് കളഞ്ഞത് എന്ത് നന്നായി എന്ന്. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു. ഈ അയാള് പ്രണയിച്ച ഹി ഓർ ഷീ പ്രണയിച്ച എത്രയോ ആൾക്കാർ ചിലപ്പോ സത്യസന്ധരായിരുന്നിരിക്കും. അപ്പോ തന്റെ ഇതിന് ഫിറ്റ് അല്ല, ടൈം പാസ് ചെയ്തിട്ട് വിട്ടേക്കാം എന്ന രീതിയിൽ ഒത്തിരി കളഞ്ഞു കുളിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മേ ബി ഒരു ക്രഷ് ആണെന്ന രീതിയിൽ നമ്മളെ ഇംപ്രസ് ചെയ്യാൻ വന്ന പല ആൾക്കാരും നമ്മൾ പുച്ഛിച്ച് വിട്ടിട്ടുണ്ടായിരിക്കാം.
ഓക്കെ. അപ്പോൾ ഈ കൈൻഡ് ഓഫ് ഇപ്പൊ സത്യമായിട്ടുള്ള പ്രണയത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കും അതുപോലത്തെ ഒരു അടി കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും അല്ലെങ്കിൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന പല ആൾക്കാരും നമ്മുടെ എനർജിക്ക് റെസണേറ്റബിൾ ആയിട്ടുള്ളവർ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ചീറ്റിംഗ് എനർജി നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒറിജിനലി കൈൻഡ് ഓഫ് നല്ല എനർജിയിലാണോ നിൽക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. എന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ചീറ്റ് ചെയ്ത് നടന്നിട്ട് ഒരാളെ സിൻസിയറായി പ്രേമിച്ചപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടിയെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരു കേസ്. പിന്നെ നമ്മുടെ സോളാർ പ്ലക്സസ് ചക്ര വളരെ മോശമാണ് എങ്കിൽ, വളരെ ചീത്ത ചിന്താഗതിയാണ് നമുക്കുള്ളതെങ്കിൽ, അതുപോലെ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് എന്താണ് ആ വ്യക്തിയെ കുറിച്ച് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു വ്യക്തിയെ കുറിച്ചുള്ള പ്രതിച്ഛായ എന്താണ് പതിയുന്നത്, അതാണ് നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അത് മേ ബി ചില ആൾക്കാർ ഹൈലൈറ്റ് ചെയ്യുന്നത് സ്പിരിച്വൽ വേയിലായിരിക്കും, ചില ആൾക്കാർ കുശുമ്പോട് കൂടിയായിരിക്കും, ചില ആൾക്കാർ ജലസോട് കൂടിയായിരിക്കും ഒരു വ്യക്തിയെ നോക്കുന്നത്, ചില ആൾക്കാർ സെക്ഷൽ കൈൻഡ് ഓഫ് എനർജിയിലായിരിക്കും ഒരു വ്യക്തിയെ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് കൈൻഡ് ഓഫ് എനർജിയിലാണോ ഓരോ വ്യക്തികളെയും വീക്ഷിക്കുന്നത്, അതായിരിക്കും നമ്മുടേതായിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത്, നമ്മുടേതായിട്ടുള്ള വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വൈബ്രേഷൻ അനുസരിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ കൈൻഡ് ഓഫ് എ ബെറ്റർ ഫ്യൂച്ചർ നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങളുടെ ഇൻസൈഡ് മൈൻഡ് ക്ലീൻ ആക്കുക, നിങ്ങളുടെ ഡിസയർ എനർജി ക്ലീൻ ആക്കുക, സ്റ്റേബിൾ ആൻഡ് പേഷ്യൻസോടുകൂടി മുന്നോട്ട് പോവുക. കാരണം പെർട്ടിക്കുലർലി നിങ്ങൾ ഈ നിൽക്കുന്ന ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമോ അതിനാധാരമായിരിക്കും നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പൈൽ നമ്പർ 1 ഒട്ടുമിക്ക ആൾക്കാർക്കും എനിക്ക് ഇതിനകത്ത് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ കണക്ഷൻ ട്രൂ ലവ് അല്ലെങ്കിൽ പോസിറ്റീവ് കൈൻഡ് ഓഫ് ആസ്പെക്റ്റിലേക്ക് എത്തും, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ മാരേജ് പ്രപ്പോസലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള സൈൻസിനെ നിങ്ങൾ പേ അറ്റൻഷൻ ചെയ്യുക എന്നതാണ് കാണുന്നത്. പക്ഷെ ഫോർ സം കുറച്ച് ആൾക്കാർക്ക് പുതിയ ലവ്, നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പുതിയ ഒരു റൊമാൻറ്റിക് ഫീലിംഗിലേക്ക് കയറുന്നതായിട്ടും, ഇപ്പോഴത്തെ കണക്ഷനിൽ ടേക്ക് എ ബ്രേക്ക്, കുറച്ചൊന്ന് മാറി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എന്താണെങ്കിലും പൈൽ നമ്പർ 1 നിങ്ങളുടെ ലവിന്റെ അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ മേ ബി അടുത്ത കൈൻഡ് ഓഫ് ലവ് എനർജി എന്ന് പറയുന്നത് വളരെ ബാലൻസ്ഡ് ആണ്. നിങ്ങളുടെ എനർജീസും വളരെ ബാലൻസ്ഡ് ആയി കാണുന്നു. ഇഫ് നിങ്ങളുടെ എനർജി ഇംബാലൻസ്ഡ് ആണെങ്കിൽ കുറച്ചും കൂടി ബാലൻസ്ഡ് ആക്കാൻ, കുറച്ചും കൂടി ഇന്റേണലി ക്ലെൻസ് ആകാൻ ശ്രമിക്കുക, കുറച്ചും കൂടി ഒരു പോസിറ്റീവ് എനർജിയിൽ നിൽക്കുക. അപ്പത്തേക്ക് നിങ്ങളുടേതായിട്ടുള്ള റിലേഷൻഷിപ്പ് ആസ്പെക്ട് ക്ലിയർ ആവും. കാരണം നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലവ് ലൈഫ് പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ കൈൻഡ് ഓഫ് റൊമാൻറ്റിക് ഫീലിംഗ് നിങ്ങൾക്ക് പോസിബിൾ ആണ്. പക്ഷേ നിങ്ങളുടെ ലൈഫ് ലെസണും നിങ്ങളുടെ ഹീലിംഗും കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അത് പോസിബിൾ ആവുക. അതുകൊണ്ട് തന്നെ പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യാം. പിന്നെ പല ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും ലഭിക്കുന്നില്ല എന്ന്. നമ്മൾ ഇന്റേണലി ക്ലെൻസ്ഡ് അല്ലാതെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താൽ അത് ഒരിക്കലും കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഇന്റേണലി നമ്മൾ ക്ലെൻസ്ഡ് അല്ല, നമ്മുടെ സ്വഭാവം, നമ്മുടെ പ്രവൃത്തി എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട് എന്നതാണ് കാണിക്കുന്നത്. സോ ഇന്റേണലി നമ്മൾ ക്ലെൻസ് ആയതിനു ശേഷം മാനിഫെസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ല ഇത് കിട്ടും. പക്ഷേ എക്സ്റ്റേണലി മാത്രം നമ്മൾ ഒരു പുട്ടി തേച്ചിട്ട് നമ്മൾ നല്ല മനുഷ്യരാണെന്ന് സ്വയം പറഞ്ഞു നടന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവണമെന്നില്ല. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ യൂണിവേഴ്സിന് വൈബ്രേഷൻ ആണ് മനസ്സിലാവുന്നത്. ഓക്കെ. നിങ്ങളുടെ വൈബ്രേഷൻ നല്ലതാണ് എങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് പോസിറ്റീവ് വൈബ്രേഷൻ തരും. നിങ്ങളുടെ വൈബ്രേഷൻ മോശമാണ്, നിങ്ങൾ എപ്പോഴും കരയുന്ന, എന്ത് കാര്യത്തിനും സങ്കടങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന, എന്ത് കാര്യത്തിലും നെഗറ്റിവിറ്റി മാത്രം കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ഭയങ്കര പുവറാണ്, നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾ എത്ര തന്നെ സെലിബ്രിറ്റീസിനെ എടുത്തു നോക്ക്, എത്ര ഫേമസ് ആയിട്ടുള്ള എത്ര ബില്യനേഴ്സിനെ വേണമെങ്കിലും എടുത്തു നോക്ക്, അവരെല്ലാവരും പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, പോസിറ്റീവായിട്ട് കാര്യങ്ങളെ വീക്ഷിക്കുന്ന ആൾക്കാരാണ്. അല്ലാത്ത ഒരാൾക്കും, പോസിറ്റീവ് വൈബ്രേഷൻ ഇല്ലാത്ത ഒരാൾക്കും യൂണിവേഴ്സിന്റെ അബണ്ടൻസ് കൈൻഡ് ഓഫ് എനർജിയിൽ ഇരിക്കാൻ സാധിക്കില്ല. അപ്പൊ അപ്പൊ എല്ലാരും പറയും ഞാൻ മിഡിൽ ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി താഴത്തെ എനർജി നിൽക്കുന്നതാണ്, ഞാൻ എപ്പോഴും എന്തോ ചെയ്യാനാ, എന്റെ ജീവിതത്തിൽ ഇത് മാത്രമേ നടക്കുന്നുള്ളൂ. എല്ലാവരും ഇനീഷ്യൽ സ്റ്റേജിൽ ആ ഒരു രീതിയിൽ നിന്ന ആളാണ്. പക്ഷേ
പോസിറ്റീവ് ആസ്പെക്റ്റിൽ ഉയർന്നു വരണം എന്ന ആ ഒരു ട്രിഗർനെസ് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ടാവും. അതിപ്പോ ലവിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണെങ്കിലും നിങ്ങളുടെ എനർജി വൈബ്രേഷൻസ് ഫ്യൂച്ചറിൽ ബ്യൂട്ടിഫുൾ ആക്കാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ എഫേർട്ട് എടുക്കുക. നിങ്ങളുടെ ലവ് ലൈഫ് നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട്, മേ ബി നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട്. യൂണിവേഴ്സിന് വേണ്ടി, നിങ്ങളുടെ നല്ലതിന് വേണ്ടി, നിങ്ങളുടെ വൈബ്രേഷൻസ് നല്ലതാക്കാൻ, ക്ലെൻസ് ആക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് നോക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗുണം ചെയ്യും എന്ന വൈബ്രേഷൻ ആണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ ഗൈസ്, ഈ ഒരു പെർട്ടിക്കുലർ കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആയി നിങ്ങൾക്ക് പുതിയൊരു കണക്ഷനിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പോസിബിൾ ആണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ സൊല്യൂഷൻസിന്റെയും ആൻസർ അല്ലെങ്കിൽ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് യൂണിവേഴ്സ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ നിങ്ങൾ നിങ്ങളെ ക്ലെൻസ് ചെയ്യാത്തത് കൊണ്ടും നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടും നിങ്ങളുടെ ചുറ്റുമുള്ള സയൻസ് മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ എനർജി എന്ന് ബാലൻസ് ആവോ അന്ന് തൊട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും. അപ്പോൾ നിങ്ങൾ ഈ ലൈഫ് ലെസൺ പഠിച്ച് ഹീലായതിനു ശേഷം യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കിട്ടും. ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചു നോക്കൂ, നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കിട്ടും. സോ നിങ്ങളുടെ ലവ് ലൈഫ് വൈബ്രേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണുന്നത് ഫ്യൂച്ചറിൽ. എനിക്ക് തോന്നുന്നു മേ ബി ഈ ഒരു വർഷവും കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്പ് ആൻഡ് ഡൗൺ കൈൻഡ് ഓഫ് എനർജി കാണുമായിരിക്കാം. പക്ഷെ മേ ബി 6 months ലേറ്റർ പോസിറ്റീവ് ഔട്ട്കം കിട്ടുന്നുണ്ട്. വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നവർക്കാണെങ്കിൽ വിവാഹം സാധ്യമാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെയിൻ അനുഭവിച്ചിട്ട് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇനി എനിക്ക് ആരുമില്ല എന്ന കൈൻഡ് ഓഫ് അപ്രോച്ചിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങൾ കുറിച്ചു വെച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു വ്യക്തി തീർച്ചയായിട്ടും വരും. ഇപ്പോൾ നിങ്ങൾ ഈ കരയുന്ന പെയിൻ നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ചിരിച്ച് തള്ളിക്കളയും, എനിക്ക് ഓർക്കാൻ മേലാതെ എന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കും. കാരണം അത്രത്തോളം അബണ്ടൻസും പ്രോസ്പെരിറ്റിയുമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ എനർജീസ് ബാലൻസ് ചെയ്ത് പ്രിപ്പയർ ആയിരിക്കുക. ഈ പോസിറ്റീവ് ഔട്ട്കം തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. കമന്റ് സെക്ഷനിൽ ക്ലെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞ് എഴുതുക. അപ്പൊ പല ആൾക്കാരും എന്നോട് പറയും കമന്റ് ചെയ്യാൻ എനിക്ക് മടിയാണെന്ന്. നിങ്ങൾ വീഡിയോയുമായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സന്റെ, ഇപ്പൊ നിങ്ങൾ എക്സ്പോസ് ചെയ്യണ്ട, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം കോഡ് ഭാഷയിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കാരണം അതുവഴി എനർജീസ് കണക്ട് ആവും. അതായത് ഈ വീഡിയോ ആയിട്ട് നിങ്ങൾ ഒരു എഫേർട്ട് എടുത്തു എന്ന കൈൻഡ് ഓഫ് എനർജി വരും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. ഓക്കെ, അതായത് ഇന്ററാക്ട് ചെയ്യുക എനർജിയുമായിട്ട്. ഓക്കെ, നിങ്ങൾ നല്ല ഇത് കമന്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ എന്നെ പുകഴ്ത്തി പാടണമെന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ പേഴ്സന്റെ പേരോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ പേഴ്സണുമായി ബന്ധപ്പെട്ടിട്ടുള്ള എനർജീസ് കണക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്. ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് റീഡിങ്ങോ എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റോ ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഫർദർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആയെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആയില്ലെങ്കിൽ സെക്കൻഡ് ഫയൽ കണ്ടു നോക്കുക. മനസ്സിലാക്കുക ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ഇതിനകത്ത് ഫിറ്റ് ഇൻ ചെയ്യരുത്. നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് എപ്പോഴും 100% ആക്യുറേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ അടുത്ത പൈലിൽ കാണും ഗൈസ്. അതായിരിക്കും ബൈ ബൈ. ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് പൈലായിട്ട് നമ്മുടെ ട്രൈഗർ ഐ ബ്രേസ്ലെറ്റ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടാനുള്ള റീഡിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റീഡിംഗ് ഗൈഡൻസ്, വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലവ് ലൈഫ് എന്ന് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഓക്കെ, മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. വാട്ട്സ് നെക്സ്റ്റ് എന്നത് നിങ്ങൾക്ക് അറിയാത്ത ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കാം, ഐ തിങ്ക്. ഓക്കെ, please guys your passion. ഓക്കെ, ഫസ്റ്റ് പൈലുമായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷൻ, ഈ ഒരു റീഡിംഗ് ഒത്തിരി റെസോണേറ്റ് ആകും തോന്നുന്നു. സോ നിങ്ങൾക്ക് ഫസ്റ്റ് പൈലിനോട് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാണാൻ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് പൈല് കണ്ടു നോക്കുക. ബിക്കോസ് അതിനകത്തും ഐ തിങ്ക് നിങ്ങൾക്ക് വേണമെന്നുള്ള പോയിന്റ്സ് ഉണ്ടാകും. ഓക്കെ, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ടതിനകത്ത് ഫിറ്റ് ഇൻ ചെയ്യാനൊന്നും നോക്കരുതേ. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാം. അത് 100% ആക്യുറേറ്റ് ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. റീച്ചിങ് ഔട്ട്, റെസൊണേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. ഓക്കെ, അൺകണ്ടീഷണൽ ലവ് എനർജി. ഓക്കെ, bottom of the deck is nice.
എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പില് എന്തെങ്കിലും ഇപ്പൊ ഒരു കാര്യം സംഭവിച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് ഡിറ്റാച്ച് ആവാൻ വലിയ പ്രയാസമാണ്. നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചാലും, അല്ലെങ്കിൽ നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയി, നിങ്ങളുടെ പേഴ്സൺ ആകട്ടെ നിങ്ങൾക്കാകട്ടെ ഇതിനകത്ത് നിന്ന് മൂവ് ഓൺ ആകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല. ക്ഷമിച്ചിട്ട് പോട്ടെ, നമുക്ക് ഒന്നേന്ന് തുടങ്ങാം, ഈ ഒരു ഒന്നേന്ന് തുടങ്ങാം എന്നൊരു എനർജി കാണുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ തന്നെ മിസ്റ്റേക്ക് ചെയ്യുക, നിങ്ങൾ തന്നെ നിങ്ങളുടെ പേഴ്സണെ വിഷമിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ പോയി സോറി പറയുക. എന്നിട്ട് ഞാൻ സോറി പറഞ്ഞല്ലോ, എന്റെ പേഴ്സണെ യാതൊരു ഹേർട്ടും ആയില്ലല്ലോ, അപ്പൊ പിന്നെ ഓക്കെ അല്ലേ, ഇങ്ങനത്തെ ഒരു രീതി നിൽക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നു, എന്നിട്ട് സോറി പറയുമ്പോൾ അത് തീർന്നെന്ന് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി വിശ്വസിക്കുന്നു. ഇങ്ങനെ കുറെ അൺഹീൽഡ് ഇമോഷൻസും കുറെ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ തങ്ങി തങ്ങി നിൽക്കുകയാണ്. ഇത് മുന്നോട്ടേക്ക് പോവോന്ന് നിങ്ങൾക്ക് അറിയില്ല, അതോ ഇത് പകുതി വഴി വെച്ച് നിർത്തി പോവോന്നും അറിയില്ല, അതോ ഇനി നിങ്ങൾക്ക് പകുതി വഴി നിർത്തണോ എന്ന ആഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല. എല്ലാം കൂടി ഒരു മിക്സ് ചെയ്ത ഒരു ഇമോഷനാണ് അതിനകത്ത് കാണുന്നത്. ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു പൈല് തീർച്ചയായിട്ടും റെസോണേറ്റ് ആവുന്ന, കാരണം നിങ്ങളുടെ ലൈഫിലെ ഏതെങ്കിലും ഒക്കെ ഒരു പോയിന്റിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടുണ്ട്. ആൻഡ് പൈൽ നമ്പർ 2 നിങ്ങൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു സൊല്യൂഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൈല് നിങ്ങൾ സെലക്ട് ചെയ്തത്. സോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന അബണ്ടൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം നിങ്ങൾ മറക്കാൻ പഠിക്കണം, ക്ഷമിക്കാൻ പഠിക്കണം. ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് എംബാരസ്മെന്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ കുറെ ആൾക്കാർ നിങ്ങൾ മോശമാണെന്ന രീതിയിൽ വരെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, മേ ബി ഈ ഒരു ലവ് കണക്ഷൻ കാരണം. പക്ഷേ അത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്കുണ്ടായ ഒരു അമളി അല്ലെങ്കിൽ ആ ഒരു എംബാരസ്മെന്റ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, അല്ലെങ്കിൽ അത് മറക്കുക. ഇത് മറന്ന് നിങ്ങൾ നിങ്ങളെ ഇറ്റ്സെൽഫ് ഫൊർഗീവ് ചെയ്താലേ നിങ്ങൾക്ക് ഒരു വർത്ത് ആയിട്ടുള്ള ലവ് കണക്ഷൻ വന്ന് ചേരുകയുള്ളൂ. ഇത് സിറ്റുവേഷൻ പലതും ആയിരിക്കും. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളോട് ക്ഷമിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങളുടെ ക്ഷമിക്കണം, അല്ലെങ്കിൽ ഒരു ചാൻസ് കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ നിങ്ങളോട് ക്ഷമിക്കണം. എന്തൊക്കെയോ ഒരു ക്ഷമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ന്യൂ റെസൊല്യൂഷന് വേണ്ടി ഐ തിങ്ക് നിങ്ങൾ വെയിറ്റിംഗ് ആണ്. പുതിയൊരു ചാപ്റ്റർ ഓപ്പൺ ആക്കാനാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ലവ് ലൈഫ് എനർജിയിൽ രണ്ടുപേരും കല്ല് പോലത്തെ ആൾക്കാരാണ്. വിട്ടുവീഴ്ച കുറവാണ്, വിട്ടുകൊടുക്കലില്ല. അതുകൊണ്ട് തന്നെ പരസ്പരം ഞാൻ മറന്നു, ഞാൻ ക്ഷമിച്ചു, ഞാൻ വിട്ടു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ബിറ്റർനെസ് ഇപ്പോഴും ഉണ്ട്, ആ കയ്പ് ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിന്റെ പരിണത ഫലമായി നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായ ആ ഒരു നെഗറ്റീവ് എമോഷൻ അതിപ്പോഴും ആ ഒരു പേഴ്സന്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ ഈ ബിറ്റർനെസ് കൂട്ടാനുള്ള പരിപാടികളാണ് നിങ്ങൾ എഗെയിൻ 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 ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയും ഞാനൊന്നും ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ അവരും പറയും ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന്. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ കയ്പിനെ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ ആ ഒരു നെഗറ്റീവ് അനുഭവത്തെ എടുത്തു കളയാൻ ആരും നോക്കുന്നില്ല. അതിന്റെ മുകളിൽ കുറെ, ഇപ്പൊ നമ്മൾ പറയില്ലേ നമ്മുടെ മുഖത്ത് കുറെ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അപ്പൊ കല്യാണത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ മേ ബി മേക്കപ്പ് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ കുറെ എന്താണ് വാരി ഇങ്ങനെ പൗഡർ മേക്കപ്പ് ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ, അവര് കുറെ ഇങ്ങനെ അവരുടെ കുഴികളൊക്കെ, അതായത് മുഖത്തെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ മറച്ച് നല്ല അണീവനായിട്ട് മേക്കപ്പ് പുട്ടി അടിച്ചു വെക്കും എന്ന് പറയാം അല്ലെ. അങ്ങനെ ചെയ്തു. നിങ്ങളും ഇങ്ങനെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന വൂൺസിനെ, വ്രണങ്ങളെ നിങ്ങൾ മരുന്നിട്ട് അല്ലെങ്കിൽ ഫൊർഗീവ് ചെയ്ത് അതിനെ ഹീൽ ചെയ്യിപ്പിക്കുന്നില്ല. നിങ്ങൾ അതിന്റെ മുകളിൽ പുട്ടി അടിച്ചു വെച്ചിട്ട് ഓക്കെ എല്ലാം ശരിയായി, വാ ഒന്നേന്ന് തുടങ്ങാം. ഈ കൈൻഡ് ഓഫ് ഇമോഷനാണ്. ഒരു പരിധി വരെ നിങ്ങളുടെ പാർട്ട്ണർ മേ ബി നിങ്ങൾ പുട്ടിയിട്ടോളും എന്ന് വിശ്വസിക്കുന്നു. കാരണം മുൻപൊക്കെ നിങ്ങൾ ഇങ്ങനെ പുട്ടിയിടുന്ന പരിപാടി കാണിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോ അവര് വിചാരിക്കുന്ന എന്താ, ഒരു സോറി പറഞ്ഞാൽ അവൾ അങ്ങ് ക്ഷമിക്കും, അല്ലെ അവനങ്ങ് ക്ഷമിക്കും, അത്രേ ഉള്ളൂ അവൾ അല്ലെങ്കിൽ അത്രേ ഉള്ളൂ അവൻ. ഇത് നിങ്ങൾ തന്നെ ആയിരിക്കാം ശീലിപ്പിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പേഴ്സണ്. നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഗൈസ്, നിങ്ങളൊരു ലവ് കണക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഫൊർഗീവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് ഫൊർഗീവ് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ മനസ്സിലെ ബിറ്റർനെസ് എന്താണോ അത് എടുത്തു കളയുക. ഓക്കെ, എന്നാൽ നിങ്ങളുടെ ലവ് ലൈഫ് വളരെ സൂപ്പർബ് കൈൻഡ് ഓഫ് എനർജിയിൽ, വളരെ അൺകണ്ടീഷണൽ കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കും. കാരണം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലോയൽ ആണ്, നിങ്ങൾ രണ്ടുപേരും അൺകണ്ടീഷണൽ ആണ്. കണ്ടോ, നിങ്ങൾ രണ്ടുപേരും ട്വിൻ ഫ്ലെയിം കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്താണ് ഈ കാര്യത്തെ നിങ്ങളുടെ ജീവിതത്തിൽ പുറത്തേക്ക് കൊണ്ടുവരാത്തതിന്റെ റീസൺ എന്താ? ബാക്കിലെ കാർഡ് കണ്ടോ, ഇത് നിങ്ങൾ ചെയ്യുന്നില്ല. കണ്ടോ, ഇതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്, നിങ്ങളുടെ ലവ് റിലേഷനിൽ ചെയ്യേണ്ടത്. ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പൈൽ നമ്പർ 2, നിങ്ങൾക്ക് ഇതാണ് വേണ്ടത് റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ?
അപ്പോ ഈ ഫൊർഗീവ്നെസ് ചെയ്യണമെങ്കിൽ ഗൈസ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് പെട്ടെന്ന് ലെറ്റ് ഗോ ചെയ്യാൻ, ഗോ വിത്ത് ദ ഫ്ലോ എനർജിയിൽ നിൽക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനെ പ്രതി മോട്ടിവേഷണൽ ആയിട്ടുള്ള കുറെ വീഡിയോസ് നമുക്ക് കിട്ടും അല്ലെ യൂട്യൂബില്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവരുടെ വീഡിയോസ് കണ്ടിന്യൂസ്ലി കേൾക്കുക, എന്നിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക. ഇല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള, നമ്മളെ മാറ്റി ചിന്തിപ്പിക്കാനുള്ള ഒത്തിരി ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾ ഈ വാട്സപ്പിൽ റീൽസും അതും ഇതും കണ്ട് വിഷമിക്കുന്ന സമയങ്ങളിൽ പോസിറ്റീവ് ആയിട്ടുള്ള ബുക്ക്, പോസിറ്റീവ് ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് ഞാനും കേൾക്കാറുണ്ട് നമ്മുടെ കുക്കു FM അതിലൊക്കെ നമുക്ക് ബുക്സ് കിട്ടും അല്ലെ, അങ്ങനെ കുറെ അവൈലബിൾ ആണ്. ഞാൻ മാർക്കറ്റ് ചെയ്യുന്നതല്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ബുക്സ് നിങ്ങൾ കേട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോ കാറിൽ പോകുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളിപ്പം എങ്ങനെയെങ്കിലും കേൾക്കാൻ സാഹചര്യമുള്ള സമയങ്ങൾ, അല്ലെങ്കിൽ ചുമ്മാ നിങ്ങൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴോ ഒക്കെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കോട്സുകള്, പോസിറ്റീവ് ആയിട്ടുള്ള വർത്താനങ്ങള്, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എത്തിയപ്പോ അയാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്ക്. കണ്ടിന്യൂസ്ലി നിങ്ങളത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങളും അതിലേക്ക് ആയിത്തീരും. ആൻഡ് ഓൾസോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സെപ്പറേഷൻ ഇപ്പൊ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചാൽ ആ ഒരു റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആയിരിക്കും, ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യും എന്ന് കാണുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ കണക്ഷനിൽ പരസ്പരം ഫൊർഗീവ്നെസ് ഇല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആയി പുതിയൊരു കണക്ഷനിലേക്ക് പോവുക. ബിക്കോസ് എനിക്ക് തോന്നുന്നത് നിങ്ങളിപ്പോൾ ഡിറ്റാച്ച് ആയി വേറൊരു കണക്ഷനിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടാൽ നിങ്ങളുടെ പേഴ്സണും ഡിറ്റാച്ച് ആയി വേറൊരു കണക്ഷനിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. ഓക്കെ, അതായത് ലിവ് യുവർ പാഷൻ, അത് നിങ്ങളുടെ എനർജി എന്താണോ അതനുസരിച്ച് നിങ്ങൾ നീങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണും അവരുടെ പാഷൻ അനുസരിച്ച് നീങ്ങും എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് കാണുന്നത്. ഗൈസ്, ഇപ്പൊ അഥവാ നിങ്ങളുടെ പേഴ്സൺ അവരുടേതായിട്ടുള്ള കംഫർട്ട് സോൺ കണ്ടുപിടിച്ച് അതിലേക്ക് നീങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പാഷൻ അനുസരിച്ച് നിങ്ങളുടെ കംഫർട്ട് സോണിലേക്ക് പോവാം. കാരണം തുടക്കത്തിൽ തന്നെ എനിക്ക് കിട്ടിയ കാർഡ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി എനർജിയാണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ കണക്ഷനിൽ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ആദ്യം തന്നെ ആ ഒരു തേർഡ് പാർട്ടി കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാത്തതിന്റെ റീസൺ, ഞാൻ പറയുന്ന ഈ ഒരു സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ അനുകൂലിക്കുകയാണെങ്കിലാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസ് തന്നിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ ആ ഒരു പേഴ്സൺ ഫൊർഗീവ് ചെയ്യുക, നിങ്ങൾ എടുത്തു നോക്കുക. റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കണക്ഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. കാരണം ഈ ഒരു ലവ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് വർത്ത് എനർജിയാണ്. കാരണം അൺകണ്ടീഷണൽ ലവും ലോയൽറ്റി ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ മേ ബി ചെറിയ ചെറിയ ഈഗോ പ്രശ്നങ്ങൾ കാരണമായിരിക്കാം ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്ന വൈബ്രേഷൻ. ഇപ്പോ അത് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ഓൺ ആകണമെങ്കിൽ ടൈഗർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒത്തിരി സഹായിക്കും. ടൈഗർ അല്ലെങ്കിൽ അതായത് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതായിരിക്കും. അതായത് ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ഓൺ ആകാൻ, അല്ലെങ്കിൽ ഒരു കണക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഒരു കാർമിക് കൈൻഡ് ഓഫ് എനർജിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. നല്ലൊരു ഗുഡ് ഓപ്ഷൻ ആണ് ടൈഗർ അല്ലെങ്കിൽ നമ്മുടെ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ പേഴ്സണിൽ അടിച്ചേൽപ്പിക്കുന്നതിനേക്കാളും അവർ നിങ്ങൾക്ക് ഇതൊക്കെ തരാൻ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് മനസ്സിലാക്കുക. ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിറ്റാച്ച് ആവുക എന്നത് തന്നെയാണ് ബുദ്ധി. കാരണം ഒരു പേഴ്സൺ സ്നേഹത്തോടുകൂടി നമുക്കൊരു കാര്യം തന്നാൽ മാത്രമേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുകയുള്ളൂ. നിങ്ങൾ അടിച്ചേൽപ്പിച്ച് ചട്ടം പഠിപ്പിച്ച് ആ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ തരാൻ വേണ്ടി നിങ്ങൾ ആക്കി എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ സോളിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ചില ആൾക്കാർ പറയും ഞാൻ ഹാപ്പി റിലേഷൻഷിപ്പിലാണ്, പക്ഷെ എനിക്ക് സന്തോഷമില്ല, അതിനകത്ത് വേറൊരു എക്സ്ട്രാ തേർഡ് പാർട്ടി തേടി പോകേണ്ട ആവശ്യം എനിക്ക് പലപ്പോഴും വരുന്നു. അത് നമ്മുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ വൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ഗേൾ ഫ്രണ്ടിനെ നമ്മുടെ ബോയ് ഫ്രണ്ടിനെ നമുക്കനുസരിച്ചുള്ള രീതിയിൽ ഇന്നതേ ചെയ്യാവൂ, ഇന്നത് എനിക്ക് തരണം, ഇന്നത് എനിക്ക് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ചട്ടം പഠിപ്പിച്ച് നിർത്തുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിനെ ദുസ്സഹമാക്കി ബൗണ്ടറീസ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അത് നിങ്ങൾ കൊടുക്കാതിരിക്കുക. നിങ്ങളെ കുറിച്ച് കുറ്റമല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വൈബ്രേഷൻ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മേ ബി നിങ്ങളുടെ പാർട്ട്ണറിന്റെ കാരണം മിറർ സെൽഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്, അല്ല ഇറ്റ് സെൽഫ് നിങ്ങളിത് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ കഷ്ടപ്പെട്ട് കുത്തി ഞെരുങ്ങി ഫിറ്റ് ആവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് വെർത്തല്ലാത്ത ഒന്നിലും ഫിറ്റ് ആകരുത്. അത് വെർത്താണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ കണക്ഷനിൽ ഫിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഡിറ്റാച്ച് ആവുക. കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചറിലും ഒരു പോസിറ്റീവ് കൈൻഡ് ഓഫ് കണക്ഷൻ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. മേ ബി ചില ആൾക്കാർക്ക് നിങ്ങൾ
നോക്കി വെച്ചിരിക്കുന്ന ആളായിരിക്കണമെന്നില്ല നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് എന്ന് പറയുന്നത്. ഈവൻ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ഒന്നിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ സ്പിരിച്വൽ എവേക്കണ്ടല്ല, നമ്മുടെ കർമാസ് ക്ലിയർ ചെയ്തിട്ടില്ല എന്നൊരു രീതിയിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കൈൻഡ് ഓഫ് കണക്ഷൻ നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന കണക്ഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങളുടെ കണക്ഷന്റെ പ്രശ്നം എന്താണെന്ന് നോക്കി അതിൽ ഫൊർഗീവ്നെസ് ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. കാരണം നിങ്ങൾ വന്ന് ചേർന്നിരിക്കുന്ന കണക്ഷൻ അൺകണ്ടീഷണലും ലോയലും തന്നെയാണ്. ഇഫ് നിങ്ങൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ല, കഷ്ടപ്പെട്ട് ഫിറ്റ് ഇൻ ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് ഡിറ്റാച്ച് ആയിക്കോ, ഇത് നിങ്ങളുടെ കണക്ഷൻ അല്ല. ഇഫ് നിങ്ങൾക്ക് നിങ്ങളുടെ കണക്ഷൻ ഓക്കെ ആണോ അല്ലയോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് അപ്പോൾ ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുത്ത് നോക്കാം. അതിനകത്ത് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ആണോ, അതോ ഫ്യൂച്ചർ വൈബ്രേഷൻ ആ ഒരു പേഴ്സണുമായിട്ടുണ്ടോ, ഡിറ്റാച്ച് ആകുമോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, എനർജി വൈബ്രേഷൻസ് വെച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ട് തുടരണോ വേണ്ടോ എന്നത് നിങ്ങളുടെ മനസ്സിലെ ചോദ്യചിഹ്നമായിരിക്കാം. ഞാൻ പറഞ്ഞ ഈ ഒരു സാഹചര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാതെ നിങ്ങൾക്ക് ദുസ്സഹവും ബുദ്ധിമുട്ടുമായി തോന്നുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ വേറൊരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് യൂണിവേഴ്സിനകത്ത് പറയുന്നത്. ഓക്കെ, ഇത് എത്ര ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയില്ല. ബട്ട് ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കുറെയൊക്കെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറെ ആൾക്കാർ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിനനുസരിച്ചാണ് ഞാൻ ഈ ഒരു റീഡിങ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ്ങോ അതുപോലെ തന്നെ ഈ ഒരു ബ്രേസ്ലെറ്റ്, ഇത് എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്, താങ്ക് യു സോ മച്ച്, ലവ് യു ആൾ.